നമസ്കാരം. ഒരുമിച്ച് നിന്നാൽ ഒന്നിച്ചു കൊയ്യാം എന്ന കാഴ്ചപ്പാട് ഏറെക്കുറെ ഫലപ്രദമായി നടപ്പാക്കാൻ കഴിഞ്ഞതിന്റെ ചുവടുപിടിച്ച് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വിജയം കൊയ്ത മഹാവികാസ് അഘാഡി സഖ്യം മഹാരാഷ്ട്രയിൽ ആസന്നമായ നിയമസഭാ തെരഞ്ഞെടുപ്പിന് കൂടുതൽ മികച്ച സഖ്യ നീക്കത്തിലാണ്. ഈ വർഷം ഒക്ടോബറിലോ നവംബറിലോ നടക്കാൻ സാധ്യതയുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഘടകകക്ഷികൾ തമ്മിൽ തുല്യ പങ്കാളിത്തം എന്ന ഫോർമുലയുമായാണ് MVA സഖ്യം ഒരുങ്ങുന്നത്. അടുത്തിടെ നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ MVA നേടിയ 30 സീറ്റുകളിൽ 13 സീറ്റുകളും കോൺഗ്രസ് ഒറ്റയ്ക്ക് നേടാൻ കഴിഞ്ഞത് തന്റെ നേതൃത്വത്തിൽ പാർട്ടി നടത്തിയ പ്രകടനത്തിന്റെ ഫലമാണ് എന്ന് കോൺഗ്രസ് അധ്യക്ഷൻ പട്ടോല നടത്തിയ പരാമർശം സഖ്യത്തെ അതൃപ്തിയിലേക്ക് നയിച്ചുവെങ്കിലും അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സംസ്ഥാന ഘടകത്തിന്റെ ചുമതലയുള്ള രമേശ് ചെന്നിത്തല പട്ടോളയുടെ പ്രസ്താവനയെ അവഗണിച്ചതോടെയാണ് പുതിയ ഫോർമുല ഉരുത്തിരിഞ്ഞത്. സംസ്ഥാനത്ത് തുല്യമായ സീറ്റുകളിൽ മത്സരിക്കാനുള്ള തീരുമാനം ആരും വലുതും ചെറുതുമല്ല, തുല്യരാണ് എന്ന സന്ദേശം നൽകാനാണ് എന്നാണ് പുതിയ നിലപാട്. 288 അംഗ നിയമസഭയിൽ ഇനി ഓരോ പാർട്ടിയും 96 സീറ്റുകളിൽ മത്സരിക്കും. ഈ ഓരോ കക്ഷികളും തങ്ങളുടെ ഒപ്പമുള്ള ചെറിയ സഖ്യകക്ഷികളെ ഉൾക്കൊള്ളിക്കുമെന്ന നിലയിലാണ് ധാരണ. 13 ലോക്സഭാ എംപിമാരും ഒരു സ്വതന്ത്ര എംപിയുമായി കോൺഗ്രസ് സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി ഉയർന്നു വന്നതിനാൽ മറ്റ് സഖ്യകക്ഷികളെക്കാൾ കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കാൻ അവർക്ക് നിയമപരമായ അവകാശമുണ്ടെന്ന് പട്ടോളെ പറഞ്ഞതിൽ നിന്ന് സഖ്യ താൽപര്യം മുൻനിർത്തി പിന്നാക്കം പോയിരിക്കുകയാണ് കോൺഗ്രസ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 3 പ്രധാന പാർട്ടികളും വിജയകരമായി ഏകോപിപ്പിക്കുകയും ഒരുമിച്ച് പ്രചാരണം നടത്തുകയും പാർട്ടികളിലുടനീളമുള്ള മുതിർന്ന രാഷ്ട്രീയ നേതാക്കൾ MVA സ്ഥാനാർത്ഥികൾക്കായി സംസ്ഥാന വ്യാപകമായി പ്രചാരണം നടത്തുകയും ചെയ്തതിന്റെ ഫലമായി BJPയുടെ നേതൃത്വത്തിലുള്ള മഹായുതി സഖ്യത്തെ തറപറ്റിക്കാൻ കഴിഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് 4 മാസം മുമ്പാണ് MVAയുടെ സീറ്റ് വിഭജന പ്രഖ്യാപനം വന്നിരിക്കുന്നത്. സഖ്യം ശക്തമാണെന്നും BJPയെയും സഖ്യകക്ഷികളെയും നേർക്കുനേർ നേരിടുമെന്നും മഹാവികാസ് അഘാഡി സഖ്യം സന്ദേശം നൽകുമ്പോൾ BJPയുടെ നേതൃത്വത്തിലുള്ള മഹായുതി സഖ്യം അവരുടെ തയ്യാറെടുപ്പ് തുടങ്ങാനിരിക്കുന്നതേയുള്ളൂ. BJPയും അതിന്റെ 2 സഖ്യകക്ഷികളും ഉൾപ്പെടുന്ന മഹായുതി സഖ്യം ഏകനാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള ശിവസേനയും അജിത് പവാറിന്റെ നേതൃത്വത്തിലുള്ള NCPയും ഉൾപ്പെടുന്നതാണ്. 3 പാർട്ടികളുടെയും സീറ്റ് വിഹിതത്തെക്കുറിച്ച് ചർച്ചകൾക്ക് പകരം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ ഒരുമിച്ച് നിൽക്കുമോ എന്ന ചർച്ചയാണ് ഇപ്പോൾ സജീവമായി നടക്കുന്നത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഒറ്റ MPയെ മാത്രം ജയിപ്പിക്കാൻ കഴിഞ്ഞ NCP അജിത് പവാർ വിഭാഗത്തിന് കേന്ദ്ര മന്ത്രിസഭയിൽ സഹമന്ത്രി സ്ഥാനം മാത്രം നൽകിയത് അവരെ ചൊടിപ്പിച്ചിരുന്നു. നേരത്തെ ക്യാബിനറ്റ് റാങ്ക് ഉണ്ടായിരുന്ന പ്രഫുൽ പട്ടേലിനോട് സഹമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് NCP ആ നിർദ്ദേശം തള്ളിയിരുന്നു. ഇത് സംബന്ധിച്ച അസ്വസ്ഥത തുടരുന്നതിനിടെയാണ് മഹാവികാസ് അഘാഡി സഖ്യം സീറ്റ് വിഭജന ചർച്ചകൾ സംബന്ധിച്ച് ധാരണയുണ്ടാക്കി മുന്നേറുന്നത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഫലം ആവർത്തിച്ചാൽ മഹാരാഷ്ട്ര വൻ ഭൂരിപക്ഷത്തിന് മഹാവികാസ് അഘാഡി സഖ്യം പിടിച്ചെടുക്കുമെന്നുറപ്പ്.